ഹായ് സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ ഇതൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 4 ആൻഡ് ഓവർവ്യൂ ഓഫ് ഇന്ത്യൻ എക്കണോമിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരുന്നു ഇന്ത്യസ് എന്ന് പറഞ്ഞത് ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി, അതേപോലെ സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ ദ വേൾഡ്, പിന്നെ ബ്ലെസ്ഡ് വിത്ത് പ്ലെൻറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് അല്ലേ. ഇന്ത്യ ഈസ് എ വൈബ്രൻറ്റ് ഡെമോക്രാറ്റിക് കൺട്രി ആണ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഡെമോക്രസി ഓഫ് വേൾഡ് ആണ്. ഇറ്റ് ക്യാരീസ് ദ ലാംപ് ഓഫ് ഡെമോക്രസി ഇൻ ഡെവലപ്പിംഗ് വേൾഡ്. ഇറ്റ് ഈസ് ലോങ് ആൻഡ് ഗ്ലോറിയസ് ഹിസ്റ്ററി ടു ട്വൽ അല്ല, കുറേ ഇല്ലേ ഗ്ലോറിയസ് പല ഹിസ്റ്ററീസും പറയാനുണ്ടായിരുന്നു. പക്ഷേ ഹവർ ഫ്രം ദ എക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂ ഇന്ത്യ ഈസ് എ ലാഗിങ് ബിഹൈൻഡ്. ബട്ട് ഇറ്റ് നൗ ഇന്ത്യ ഈസ് കൺസിഡേഴ്സ് ടു ബി എ ഫാസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി. നമുക്ക് ഇന്ത്യക്ക് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം നല്ല സുന്ദരമായ പ്രകൃതിദത്തമായ കാര്യങ്ങൾ, ഡെമോക്രാറ്റിക് കൺട്രിയാണ്, അതുപോലെ വേൾഡിൽ തന്നെ പോപ്പുലേഷനിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആണ്, അങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ ഒരു എക്കണോമിക് വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഡെവലപ്ഡ് കൺട്രി അല്ല, ഡെവലപ്പിംഗ് കൺട്രി തന്നെയാണ്. അതാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് 1919 വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് ഇനി ഇന്ത്യൻ സിൻസ് 1991 എന്താണ് ഉണ്ടായത്. In 1980s and early 1990s, Indian economy faced with serious problems. 1980 മുതൽക്ക് അത് 90 വരെയൊക്കെ ഇന്ത്യ കുറേ കാര്യങ്ങൾ കുറേ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ലാർജ് ട്രേഡ് ഡെഫിസിറ്റ്സ്, അതായത് ഇമ്പോർട്ട് കൂടുതൽ, എക്സ്പോർട്ട് കുറവ്, ഹ്യൂജ് ഫോറിൻ ഡെപ്റ്റ് അല്ലെ, കുറേ കടങ്ങൾ, ഷാർപ്പ് ഡിക്ലൈൻ എക്സ്റ്റേണൽ വാല്യൂ ഓഫ് റുപ്പീസ്, രൂപയുടെ മൂല്യം ഇടിയുക, ലോ എക്കണോമിക് എഫിഷ്യൻസി, റിസഷൻസ്, പ്രൈസ് കുറയുന്നതിൻ്റെ അവസ്ഥ, റിസഷൻസ്, പൈസ, അങ്ങനെ കുറേ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട് 1980s to 1990s വരെ. ഈ ഫാക്ടേഴ്സ് ഫിസിക്കൽ ആൻഡ് ഇംബാലൻസ് ഓഫ് ഇൻഫ്ലേഷൻസ്, ഇതുകൊണ്ട് എന്തുണ്ടായി, നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പും അൺഎംപ്ലോയ്മെൻറ്റും അതുപോലെ അതിനെ റിലേറ്റ് ചെയ്ത കോൺസിക്വൻസസ് ഒന്നും നമുക്ക് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റില്ല. To correct the imbalance and solve basic problems of poverty and inequality, the Congress government, which has sought into power in June 1999, decided to introduce some major economic reforms. ഇങ്ങനത്തെ ഓരോ പ്രോബ്ലംസ് ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻ്റ് ആവും, അതുപോലെ പല കാര്യങ്ങളും പോവർട്ടി, എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1991 കോൺഗ്രസ് ഗവൺമെൻറ് അധികാരമേറ്റപ്പോൾ അവരെന്താണ് ഒരു എക്കണോമിക് ഒരു ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോമിൻ്റെ പേരാണ് എന്തെന്ന് വെച്ചാൽ SAP, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ്, SAP, or liberalization or globalization. By the government dreamed the total transformation of Indian economy. ഇവരുടെ ഡ്രീം, ഈ ഗവൺമെൻറ്റിൻ്റെ ഡ്രീം എന്ന് പറഞ്ഞത് ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ എക്കണോമി ആയിരുന്നു അവരുടെ ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ SAP എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്, എന്താണ് SAP എന്ന് പറഞ്ഞത്. അപ്പോൾ എന്തിനായിരുന്നു SAP? ഈ ഇങ്ങനത്തെ പ്രോബ്ലംസ്, അതായത് അൺഎംപ്ലോയ്മെൻറ്റും അതേപോലെ പോവർട്ടിയും ഇൻഇക്വാളിറ്റിയൊക്കെ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് ഗവൺമെൻറ് 1991 എന്താ പറയുക ഒരു ഫോം എക്കണോമിക് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് എന്തെന്ന് പറഞ്ഞത് SAP, സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതേപോലെ ഒരു ന്യൂ എക്കണോമിക് പോളിസി ഈസ് പാക്കിംഗ് ഓഫ് 5 സ്ട്രാറ്റജീസ്. എക്കണോമിക് പോളിസീസ് 5 സ്ട്രാറ്റജീസ് ഉണ്ട്. ഒന്ന് പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, മേക്ക് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആൻഡ് ടെക്നോളജി. എന്താണ് പ്രൈവറ്റൈസേഷൻ? അതായത് ഗവൺമെൻറ് ആയിട്ടുള്ള കമ്പനികൾ അത് പ്രൈവറ്റായിട്ട് മാറുക അല്ലേ. അതിലൂടെ എന്താണ് ക്യാപിറ്റൽ റേസ് ചെയ്യുക, അങ്ങനെ പ്രോഫിറ്റ്സ് അങ്ങനെ അപ്പോൾ അതിന് പറയുന്നതാണ് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റ് കമ്പനികളാക്കി മാറ്റിയിട്ട് അതിലൂടെ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിനെ പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞത്. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞത് എന്താ, വേൾഡിനെ ഒരു മാർക്കറ്റിനായിട്ട് കാണുക.
വേൾഡിനെ ഒരേ ഒരു മാർക്കറ്റായിട്ട് കണ്ടിട്ട് അതിൽ പ്രൊഡക്റ്റ് ഫ്രീ ഫ്ലോ ഉണ്ടാക്കുന്നതിന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞത് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞത്. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ പോളിസീസും നയങ്ങളും അതൊക്കെ ലിബറലാക്കുക, അതായത് റൂൾസും റെഗുലേഷൻസൊക്കെ എടുത്ത് കളയുക. എന്നുവെച്ചാൽ ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദാരവൽക്കരിക്കുക, അതൊക്കെ ഒന്ന് ലിബറലാക്കിയിട്ട് കുറയ്ക്കുക, റൂൾസും റെഗുലേഷൻസൊക്കെ കുറയ്ക്കുക. പിന്നെ എന്താണ്, മാർക്കറ്റ് ഫ്രണ്ട്ലി ആക്കി മാറ്റുക, അതേപോലെ ടെക്നോളജി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ഇതാണ് എന്തെന്നാണത് ഇനി ഫോളോയിങ് ദിസ് ഇനി പറയുന്നത് 1991 ഇന്ത്യൻ എക്കണോമി ഫോളോ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറ്റിയിട്ടാണ് ഇനിയിപ്പോൾ പറഞ്ഞു പോകുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് GDP എന്ന് പറയുന്നത്. ഇനി GDPയിൽ കുറച്ച് കണക്കുകൾ കാര്യങ്ങളാണ്, അത് ഇപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യാസ് GDP എന്ന് പറഞ്ഞത് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ 5,86,00,000 5,86,212 crore 1991 നമ്മുടെ ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 25 വർഷം കഴിഞ്ഞപ്പോൾ 35,76,86 ക്രോസായി. അത് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് 2,216% അത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. കണക്ക് അതൊന്നും ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതിപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ചിലപ്പോൾ മെമ്മറിയിലില്ല, ഇതിന് പറഞ്ഞാൽ മതി ഇത്ര പെർസെൻറ്റേജ് കൂടി എന്ന് പറയാം. അത് ഡോളർ കണക്കിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി പറയുന്നത് ഇന്ത്യയുടെ കറൻ്റ്ലി ഇന്ത്യൻ എക്കണോമി വേൾഡ് 7th ലാർജസ്റ്റ് എക്കണോമി ഇൻ ടേംസ് ഓഫ് നോമിനൽ GDP ആയിട്ടാണ് പറയുന്നത്. ഇന്ത്യയുടെ എക്കണോമി എന്ന് പറയുന്നത് വേൾഡ് 7th ലാർജസ്റ്റ് എക്കണോമി ടേംസ് ഇൻ നോമിനൽ GDP എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ 3rd ലാർജസ്റ്റ് എക്കണോമി ബൈ പർച്ചേസിങ് പവർ പാരിറ്റി. അതേപോലെ പർച്ചേസിങ് പവർ പാരിറ്റി നമുക്ക് ഇതിൽ പറഞ്ഞുതരാം. അതേപോലെ ഇന്ത്യ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു 2050 ആകുമ്പോൾ നമ്മുടെ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമിയിൽ സെക്കൻഡ് ലാർജസ്റ്റ് വേൾഡിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആവും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് നല്ല ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് മേജർ എക്കണോമിക് വേൾഡ് ഗ്രോത്ത് റേറ്റ് 7.6% ഇൻ 2015 to 2016 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് GDPയുടെ ഒരു ഇത് പറയണത്. അപ്പോൾ നിങ്ങൾ ആ 7th ലാർജസ്റ്റ് ആണ്, അതുപോലെ 2050 ഇങ്ങനെ ആവും, അതൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ ഇത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തു എന്നും കൂടി പറയാം. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ 1900 പറഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ വളരെ നെജിബിളായിരുന്നു, അതായത് വെറും തുച്ഛമായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഇയർ ഓഫ് റിഫോം സോ ദാറ്റ് ടോട്ടൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഓൺലി $74 million ആയിരുന്നു. പക്ഷേ അത് കുറച്ചും കൂടി എക്സ്പെക്റ്റ് ചെയ്ത് ഓരോ വർഷം കൂടുമ്പോൾ അതിൻ്റേതായ അനുസരിച്ചിട്ട് കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറഞ്ഞത് ഇന്ത്യ എന്ന് പറഞ്ഞത് ഫോറിൻ റിസർവ് ദാറ്റ് ഫോഴ്സ്ഡ് ഇന്ത്യ ടു ബ്രിങ് എക്കണോമിക്സ് റിഫോം കുറവായിരുന്നു. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ വളരെയധികം കുറവായിരുന്നു 1991. അത് അതിനൊരു 25 വർഷം കഴിഞ്ഞപ്പോൾ ഹൈ റെക്കോർഡായി എന്നാണ് പറയുന്നത്. അതിപ്പോൾ അതിൻ്റെ ഓരോ കണക്കുകളാണ്, ഇത്ര മില്യനായി അങ്ങനെയൊക്കെ. നിങ്ങൾ ഈ കൂടിയ കണക്ക് ഇത്ര ഇതായി എന്ന് മാത്രം പഠിച്ചാൽ മതി. പിന്നെ എക്സ്റ്റേണൽ ഡെപ്റ്റ്, പുറമേ നിന്നുള്ള കടം, അതായത് നമ്മൾക്ക് ഇൻക്രീസ് ചെയ്തു. ഇപ്പോൾ നമ്മളെ ഓരോ ക്യാപിറ്റലും ഓരോ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യലൊക്കെ കൂടിയപ്പോൾ എന്താ ഉണ്ടാവുക, പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഡെപ്റ്റ്, അതായത് പുറത്തുനിന്നുള്ള കടങ്ങൾ കാര്യങ്ങൾ മേടിക്കുക. അതായത് IMF എന്ന് പറഞ്ഞ കമ്പനികളൊക്കെ നമ്മുടെ നിന്ന് കടങ്ങൾ തരാൻ തുടങ്ങി. There is been to study with the figure decimal high, I think $482 million ആയി. പിന്നെ ഓരോ ഇതിൽ 2010 to 2008 എന്നുള്ളത് ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നു, 30% ആയിട്ട് ഇൻക്രീസ് ചെയ്യുക ചെയ്തിരിക്കുന്നത്. ഒരു 25 വർഷത്തിന് ശേഷം കൂടുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് എക്സ്റ്റേണൽ ഡെപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്, അതായത് പെൻഷൻ ഫണ്ടും PF ഒക്കെ ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ആവറേജ് ഇൻകം ഓഫ് എവരി സിറ്റിസൺ അറൗണ്ട് ബൈ, അതായത് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞത് GDP ഡിവൈഡഡ് ബൈ കൺട്രി പോപ്പുലേഷൻ ആണ്. ഇതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് GDP ഡിവൈഡഡ് ബൈ കൺട്രി പോപ്പുലേഷൻസ്. ഇതെന്ന് പറഞ്ഞാൽ ഓരോ സിറ്റിസൻ്റെ ആവറേജ് ഇൻകം ആണ്.
പെർ ക്യാപിറ്റൽ ഇൻകം ആണ് എന്തെന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റൽ ഇൻകം ഓരോ സിറ്റിസൺസിൻ്റെയും ആവറേജ് ഇൻകം, അതായത് GDP ബൈ കൺട്രി പോപ്പുലേഷൻ, അതാണ് എന്തെന്ന് പറഞ്ഞാൽ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു പർച്ചേസിങ് പവർ പാർട്ടിറ്റി എന്ന് പറഞ്ഞത് അതായത് ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലീവിങ്ങും അതേപോലെ കോസ്റ്റ് ഓഫ് ലീവിങ് ഇൻ എ പർട്ടിക്കുലർ കൺട്രിയിൽ തമ്മിലുള്ള ഒരു ബന്ധത്തിനെ പറയുന്നതാണ് പർച്ചേസിങ് പവർ പാർട്ടിറ്റി PPT എന്ന് പറഞ്ഞത്. അത് ഇന്ത്യ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടേംസ് ഓഫ് PPP. ഈ നമ്മുടെ പെർ ക്യാപിറ്റൽ ഇൻകം ഇന്ത്യയുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് PPP ആണ്, അതായത് ഓഫ് ലീവിങ് ഇംപ്രൂവ് ചെയ്തിരിക്കുന്നത് അവരുടെ ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് പർച്ചേസിങ് പവർ പാർട്ടിറ്റി എന്ന് പറയുന്നത്. അതായത് ഷെയർ ഓഫ് അഗ്രികൾച്ചർ ഇൻഡസ്ട്രി ആൻഡ് സർവീസസ് ഇൻ GDP എന്ന് പറഞ്ഞത് ഓരോ എന്താ പറയുക ദ പോസ്റ്റ് പെർഫോം പീരീഡ് ഷോ ദ ഗ്രാജുവൽ ഡിക്ലൈൻ അഗ്രികൾച്ചർ കോൺട്രിബ്യൂഷൻ ഇന്ത്യൻ എക്കണോമി. അതായത് GDP കാര്യങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറിൽ അത് ഇങ്ങനെ മറ്റേ GDP കുറവാണ് കോൺട്രിബ്യൂട്ട്, കാരണം പ്രോഫിറ്റ് കാര്യങ്ങളും കുറവായതുകൊണ്ട് തന്നെ എന്താ പറയുക അവരുടെ കോൺട്രിബ്യൂഷൻ കാര്യങ്ങൾ വളരെയധികം കുറവാണ്. GDPയിൽ ആകെ 15% എന്താ പറയുക അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലേബർ ഫോഴ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഇന്ത്യയിൽ കറൻ്റ്ലി സ്റ്റാൻഡ്സ് 49.7 crores ഇന്ത്യ ഇതിലിപ്പോൾ കൂടുതൽ നിൽക്കണേ. 1991 ഇന്ത്യ 33.7 crores ആയിരുന്നു. ഇപ്പോൾ മോർ ദാൻ ഓർ ലെസ് 2/5 ഓഫ് പോപ്പുലേഷൻ പാർട്ട് ഓഫ് ലേബർ ഫോഴ്സ്, ഒരു 2/4 ഒക്കെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഫുള്ളും ഇപ്പോൾ ലേബറായിട്ടാണ് ലേബർ ഫോഴ്സാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ലേബേഴ്സിനെ കൺസിഡർ ചെയ്യാവുന്നുണ്ട്. ദ അഗ്രികൾച്ചർ സെക്ടർ വിച്ച് കൺസിഡർ ഇന്ത്യൻസ് ബാക്ക്ഗ്രൗണ്ട് നൗ എംപ്ലോയീസ് ലെസ് ദാൻ 50% ഫോർ ലേബർ ഫോഴ്സ് വൈൽ ഇൻഡസ്ട്രി ആൻഡ് സർവീസ് സെക്ടർ ഹാവ് മാർജിനലി മൂവ്ഡ് ടു എഹെഡ്. അഗ്രികൾച്ചർ സെക്ടേഴ്സിലൊക്കെ വളരെ കുറവാണ്, കാരണം ഇന്ത്യയുടെ ബാക്ക്ബോൺ ആണെങ്കിലും അവിടെ കുറച്ചും കൂടിയും കുറവാണ്. അവർ കൂടുതലും ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ സർവീസ് സെക്ടേഴ്സിലേക്കാണ് കുറച്ചും കൂടി മൂവ് ചെയ്യുന്നത്. പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ടെലിഫോൺ എസ്പെഷ്യലി വയർലെസ് സബ്സ്ക്രിപ്ഷൻ ഹാവ് വിറ്റ്നസ്ഡ് ഗ്രോയിങ് സിൻസ് ഡോൺ ഓഫ് സെഞ്ച്വറി. ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ കുറച്ചും കൂടി ഇന്ത്യയിൽ കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ റൂറൽ ഏരിയാസിലൊക്കെ ഇപ്പോൾ എന്താ പറയുക ഫോൺ കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി, റേഞ്ച് കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി. ടെലിഫോൺ കൺസിഡർ സ്റ്റഡിലി റോയ്സ് ഇനീഷ്യൽ ഫ്യൂവർ ബട്ട് കുഡ് നെവർ മാച്ച് ദ റിപ്പയർഡ് റൈസ് ഓഫ് സിം ബേസ്ഡ് മൊബൈൽ സബ്സ്ക്രിപ്ഷൻ. മൊബൈൽ ഫോൺ ഹാസ് റെവല്യൂഷണറി വേ ഇന്ത്യസ് കമ്മ്യൂണിക്കേറ്റ്. കൂടുതലും മൊബൈൽ ഫോൺസ് ലാൻഡ് ഫോണൊക്കെ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ട് ഇപ്പോൾ കൂടുതലും എന്താ പറയുക മൊബൈലാണ് കൂടുതലും യൂസ് ചെയ്യണത്. ഇന്ത്യ എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജ് മൊബൈൽ സബ്സ്ക്രൈബർ ഇൻ ദ വേൾഡ് ആഫ്റ്റർ ചൈന. ചൈന കഴിഞ്ഞാൽ ഇന്ത്യയാണ് 2ാം സ്ഥാനത്തിൽ നിൽക്കുന്നത് ഇന്ത്യയിൽ മൊബൈൽ സബ്സ്ക്രിപ്ഷനിൽ. ഇപ്പോൾ പല സ്ഥലത്തേക്കും റീച്ച് ചെയ്ത് തുടങ്ങി ഒക്കെ ചെയ്തു തുടങ്ങുന്നു, അല്ലേ, പ്രോബ്ലംസ് ഒന്നും ഇല്ല ഫോണിൻ്റെ. പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് പറഞ്ഞത് ഇന്ത്യ ഈസ് ദ 10th വേൾഡ് ഫാക്ടറി ഔട്ട്പുട്ടാണ് ഇൻഡസ്ട്രി സെക്ടർ. മാനുഫാക്ചറിങ് സെക്ടർ അഡീഷണൽ ആൻഡ് മൈനിങ്, കോറിങ്, ഇലക്ട്രിസിറ്റി ആൻഡ് ഗ്യാസ് ടുഗദർ അക്കൗണ്ട് ടു ആൻഡ് GDP ആൻഡ് എംപ്ലോയീസ് 71 ടോട്ടൽ വർക്ക് ഫോഴ്സ്. പിന്നെ the lead of privatization certain public sector industry opening up sectors either to revise the for public sector and expansion of production for mass moving consumer goods. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിലും വളരെയധികം ഇമ്പ്രൂവ്മെൻ്റാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ കുറേ എന്താ പറയുക പല കോറിങ് ആയാലും ഇലക്ട്രിസിറ്റി ആയാലും വളരെയധികം കൂടുകയാണ്, പെർസെൻറ്റേജ് കൂടുകയാണ് ചെയ്യുന്നത്. അഗ്രികൾച്ചർ സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ്. ദ ആക്ച്വൽ ഔട്ട്പുട്ട് ഓയിൽ സീഡ്സ്, ഷുഗർ, കോട്ടൺ, ജൂട്ട് 5 years എൻഡിങ് 90 അവ ഹയർ ടാർജറ്റ്സ് ഉണ്ട്. പക്ഷേ ഫുഡ് ഗ്രെയിൻസ് ആയതിന് മറ്റേ ജൂട്ടായാലും കോട്ടൺ ആയാലും ഷുഗർ കെയിൻസിനൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഫുഡ് ഗ്രെയിൻസിന് അത്ര വലിയ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. ദിസ് ഇസ് ഐഡിയാസ് രജിസ്റ്റേർഡ് ബൈ ഇൻ ഇന്ത്യ ടിൽ ദെൻ. അതേപോലെ പല പെൻഷൻ സ്കീമുകളും അതുപോലെ ഓരോ സബ്സിഡീസും ആർക്ക് ഈ ഇവർക്ക് കൊടുക്കാറുണ്ട്. നമുക്ക് എന്താ ഈ കാരണം ഫാമേഴ്സൊക്കെ മരിക്കണമുണ്ട്, അവർക്ക് കുറേ സബ്സിഡീസും എന്നാലും ഇപ്പോഴും പ്രശ്നങ്ങളെ കൂടി തന്നെയാണ് ഇപ്പോഴും അഗ്രികൾച്ചർ. കാരണം ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് കുറേ സമരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ബില്ല് പാസ്സാക്കാണ്ടിരിക്കലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെതിരെ കുറേ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് സബ്സിഡീസ് കൊടുക്കുന്നുണ്ട് ടു പ്രൊട്ടക്റ്റ് ഫാമേഴ്സിന്, എന്നാലും കൂടുതലും എന്താ പറയുക മിഡിൽ മാനെയാണ് ഫോക്കസ് ചെയ്തിട്ട് കൊടുക്കുന്നത്.
പിന്നെ അടുത്തതാണ് സർവീസ് എന്നാണ്. സർവീസ് സെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ITs ഒക്കെ കുറേ ഇൻഡസ്ട്രീസ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ടെക്നോ പാർക്ക് ആയാലും ഇപ്പോൾ കേരളത്തിലായാലും കളമശ്ശേരിയിലൊക്കെ ഉള്ള ടെക്നോ പാർക്ക് അതൊക്കെ കുറേ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അതോടെ നമ്മുടെ ഇന്ത്യ എന്താ പറയുക ഒരു ഗ്ലോബൽ റീച്ചും അതുപോലെ ഡെവലപ്മെൻറ്റ് ഹബ്ബായിട്ടാണ് മാറുന്നത്. പിന്നെ ഇലക്ട്രിക്കലൊക്കെ പിന്നെ മൈക്രോസോഫ്റ്റ് ഇപ്പോൾ അമേരിക്കൻ കമ്പനീസൊക്കെ നമ്മുടെ ഇവിടെ നാട്ടിൽ വന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് ആ കമ്പനി IT കമ്പനീസ് അത്രയും കേപ്പബിളായ പേഴ്സൺസിനെ സെലക്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുക. അതൊക്കെയാണ് എന്തെന്ന് സർവീസ് എത്തുന്നതാണ്. ഫ്രോഡിങ് ട്രേഡ് എന്ന് പറയുന്നത് 1990 ഇന്ത്യ മെയിൻ എക്സ്പോർട്ട് വർ ടെക്സ്റ്റൈൽസ് എക്സ്പോർട്ടിങ് മെയിനായിട്ട് ഉണ്ടായിരുന്നത് എന്തായിരുന്നു എക്സ്പോർട്ട്സ് എന്ന് പറഞ്ഞത് ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ പോളിഷ്ഡ് ജെംസൊക്കെ ആയിരുന്നു. ഇന്നതെല്ലാം സോഫ്റ്റ്വെയർസും അതുപോലെ അത് പാരാമെഡിക്കലും ഓട്ടോമൊബൈൽസൊക്കെ എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇങ്ങനെ റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞത് ഓരോ ഇയേഴ്സിൽ വന്നിരുന്ന ഇതാണ്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എത്ര വന്നു, ഏതൊക്കെ സമയത്താണ് വന്നിരിക്കുന്നത്, ഏതൊക്കെ ഇയേഴ്സിലാണ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചാൽ മതി. അപ്പോൾ താങ്ക് യു.